നമസ്കാരം. വീക്കിലി റൗണ്ടപ്പിലേക്ക് സ്വാഗതം. ആഗോള ക്രൈസ്തവേതര വാർത്തകളും അവയുടെ വിശദാംശങ്ങളുമായി ഹാർവെസ്റ്റ് ടിവിയുടെ വാർത്താ ബുള്ളറ്റിൻ വീക്കിലി റൗണ്ടപ്പ് ആരംഭിക്കുന്നു. ആദ്യം പ്രധാന തലക്കെട്ട്. സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിലെ ഉച്ചഭാഷിണികൾക്ക് കർശന നിയന്ത്രണം. പരിധി ലംഘിക്കുന്ന ഉച്ചഭാഷിണി ഉപയോഗത്തിനെതിരെ പോലീസ് നടപടിയുണ്ടാകും. ഔദ്യോഗിക രേഖകളിൽ ക്രൈസ്തവ വിശ്വാസം പുനഃസ്ഥാപിച്ചു കിട്ടാൻ നിയമപോരാട്ടം നടത്തിയ ഇറാഖി യുവതിക്ക് ഒടുവിൽ നീതി. അനുകൂല വിധിയുമായി കോടതി. സമാന സാഹചര്യങ്ങൾ നേരിടുന്ന മറ്റ് ക്രൈസ്തവർക്കും വിധി സഹായകമാകും. ദ്വീപ് രാഷ്ട്രമായ ഹെയ്ത്തിയിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഭീഷണിയും ആക്രമണങ്ങളും ശക്തം. നിരവധി ക്രൈസ്തവ ആരാധനാലയങ്ങളും സ്കൂളുകളും അടച്ചുപൂട്ടി. ആതുരാലയങ്ങളും അനാഥശാലകളും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. നൈജറിൽ 9 മാസത്തിലധികമായി ഭീകരരുടെ തടവിലായിരുന്ന US മിഷണറിയെ മോചിപ്പിച്ചു. മിഷണറി കെവിൻ ആരോഗ്യവാനാണെന്ന് സിം ഇന്റർനാഷണൽ സംഘടന. PCIC കോൺഫറൻസിന് അനുഗ്രഹ സമാപ്തി. 2029 PCIC ദേശീയ കോൺഫറൻസ് ഒണ്ടാരിയോയിൽ. യൂറോപ്പിന്റെ ക്രിസ്തീയ പൈതൃകം സംരക്ഷിക്കേണ്ടത് അനിവാര്യം. സംയുക്ത പ്രസ്താവനയുമായി ഇറ്റലി, ഡെൻമാർക്ക് പ്രധാനമന്ത്രിമാർ. നൈജീരിയക്കെതിരായ അമേരിക്കൻ നടപടികൾ ഫലം കാണുന്നു. നൈജീരിയയിൽ 30ഓളം ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്ത ഇസ്ലാമിക തീവ്രവാദിയെ അറസ്റ്റ് ചെയ്ത് സൈന്യം. ടെക്സസിലെ പൊതുവിദ്യാലയ പാഠ്യപദ്ധതിയിൽ ഇനി ബൈബിൾ പഠനവും. കിൻഡർ ഗാർഡൻ മുതൽ 12ാം ക്ലാസ് വരെ ബൈബിൾ പഠനം നിർബന്ധമാണ്. സോഷ്യൽ മീഡിയയിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തിയെന്ന് പരാതി. ഛത്തീസ്ഗഡ് ക്രിസ്ത്യൻ ഫോറം പ്രസിഡന്റ് അരുൺ പന്നാലാൽ അറസ്റ്റിൽ. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പിതാവിനെ കുടുക്കുകയായിരുന്നുവെന്ന് പന്നാലാലിന്റെ മകൻ. പോലീസ് നടപടികൾ നേരിടുന്ന തെരുവ് സുവിശേഷകർക്ക് സഹായവുമായി ബ്രിട്ടീഷ് കോടീശ്വരൻ. ക്രിസ്ത്യൻ രാഷ്ട്രമായ ബ്രിട്ടനിൽ ക്രൈസ്തവ വിശ്വാസം പറയുന്നവരെ അറസ്റ്റ് ചെയ്യുന്നത് ഞെട്ടലുളവാക്കുന്നുവെന്നും സാമുവൽ ലീവ്സ്. എബോള പടരുമ്പോഴും കോങ്കോയിൽ ക്രൈസ്തവർക്ക് രക്ഷയില്ല. 76 ക്രിസ്ത്യാനികളുടെ ജീവനെടുത്ത് തീവ്രവാദികൾ. ആകാശവാണി ദൂരദർശൻ മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ രാജു വർഗീസിന്റെ മാതാവ് അന്നമ്മ വർഗീസ് നിത്യതയിൽ ചേർന്നു. സംസ്കാരം നടന്നു. സണ്ണി മഴുക്കീർ നിത്യതയിൽ. അബുദാബിയിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ ഇനി നാട്ടിലെത്താം. ഒപ്പം എയർ ഇന്ത്യയുടെ പുതിയ സർവീസ്. കൈയും കാലുമില്ലാതെ നേടിയ നേട്ടങ്ങൾ ഇനി അഫ്രപാളിയിലേക്ക്. വാർത്തകൾ വിശദമായി. സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിൽ അനുവദനീയമായ പരിധിയിൽ കൂടുതൽ ഉച്ചഭാഷിണിയിലൂടെ ശബ്ദം ഉപയോഗിക്കുന്നവർക്കെതിരെ നടപടി. പരിധി ലംഘിക്കുന്ന ഉച്ചഭാഷിണി ഉപയോക്താക്കൾക്കെതിരെയാണ് നടപടി. പരിധി ലംഘിച്ച് ഉച്ചഭാഷിണി ഉപയോഗിക്കുന്ന ആരാധനാലയങ്ങളോട് ഇവ അടിയന്തരമായി നീക്കം ചെയ്യാൻ പോലീസ് ആവശ്യപ്പെടും. നിർദ്ദേശങ്ങൾ ലംഘിക്കുന്നവർക്കെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും മുന്നറിയിപ്പുണ്ട്. ഫോറം ഫോർ പ്രിവെൻഷൻ ഓഫ് എൻവയോൺമെന്റൽ ആൻഡ് സൗണ്ട് പൊല്യൂഷൻ എന്ന സംഘടനയുടെ ഒരു പ്രവർത്തകൻ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് പോലീസിന്റെ അടിയന്തര ഇടപെടൽ. ആരാധനാലയങ്ങളിലെ ഉയർന്ന ശബ്ദത്തിലുള്ള മൈക്ക് ഉപയോഗം പൊതുജനങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു എന്ന് കാണിച്ച് ഫോറം ഫോർ പ്രിവെൻഷൻ ഓഫ് എൻവയോൺമെന്റൽ ആൻഡ് സൗണ്ട് പൊല്യൂഷൻ എന്ന സംഘടനയിലെ ഒരു പ്രവർത്തകൻ കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് പോലീസിന്റെ അടിയന്തര ഇടപെടൽ. ക്ഷേത്രങ്ങൾ, മസ്ജിദുകൾ, പള്ളികൾ എന്നിവയുൾപ്പെടെയുള്ള ആരാധനാലയങ്ങൾക്കാണ് നോട്ടീസ് നൽകുന്നത്. നിലവിലെ ശബ്ദ മലിനീകരണ നിയന്ത്രണ ചട്ടങ്ങൾ പ്രകാരം ആരാധനാലയങ്ങൾ, കോടതികൾ, ആശുപത്രികൾ എന്നിവയുടെ 100 മീറ്റർ പരിധിയിൽ പകൽ സമയത്ത് പരമാവധി 50 ഡെസിബൽ ശബ്ദവും രാത്രി സമയങ്ങളിൽ 40 ഡെസിബൽ ശബ്ദവും മാത്രമേ അനുവദനീയമായിട്ടുള്ളൂ. എന്നാൽ പൊതുജനങ്ങളും വിശ്വാസികളും ഇത്തരം നിയമങ്ങളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇത് ഗുരുതരമായ നിയമലംഘനമാണെന്നും ശബ്ദമലിനീകരണം ഏത് ഭാഗത്തു നിന്നുള്ളതായാലും അത് പൊതുജീവിതത്തിന് ഹാനികരമാണെന്നും ഹർജിക്കാർ ചൂണ്ടിക്കാട്ടുന്നു. ഹാർവെസ്റ്റ് TV, തിരുവനന്തപുരം. ഗവൺമെന്റ് ഔദ്യോഗിക രേഖകളിൽ തന്റെ ക്രൈസ്തവ വിശ്വാസം പുനഃസ്ഥാപിച്ചു കിട്ടാൻ നിയമപോരാട്ടം നടത്തിയ ഇറാഖി യുവതിക്ക് അനുകൂലമായി ഇറാഖിലെ പരമോന്നത അപ്പീൽ കോടതിയുടെ വിധി. ഇറാഖിലെ നാഷണൽ കാർഡ് നിയമപ്രകാരം മാതാപിതാക്കളിൽ ഒരാൾ ഇസ്ലാം മതം സ്വീകരിച്ചാൽ പ്രായപൂർത്തിയാകാത്ത മക്കളെയും ഔദ്യോഗിക രേഖകളിൽ സ്വമേധയാ മുസ്ലിമായി രജിസ്റ്റർ ചെയ്യപ്പെടും. എന്നാൽ താൻ ക്രിസ്ത്യാനിയാണെന്നും തന്റെ രേഖകളിൽ ക്രിസ്ത്യാനി എന്ന് രേഖപ്പെടുത്തണമെന്നും ആവശ്യപ്പെട്ട് ഒരു യുവതി വിവിധ കോടതികളെ സമീപിക്കുകയായിരുന്നു. ഈ യുവതി ചെറുപ്പമായിരുന്നപ്പോൾ മാതാപിതാക്കൾ വേർപിരിയുകയും മാതാവ് ഇസ്ലാം മത ജീവിതം നയിക്കുകയും ചെയ്തു. എന്നാൽ ക്രിസ്തീയ വിശ്വാസം തിരഞ്ഞെടുത്ത കുട്ടിയെ സർക്കാരിന്റെ ഡേറ്റാബേസിൽ മുസ്ലിമായി രേഖപ്പെടുത്തുകയായിരുന്നു. എന്നാൽ തന്റെ വ്യക്തിഗത രേഖകളിൽ തന്റെ ക്രിസ്തുവിലുള്ള വിശ്വാസമാണ് രേഖപ്പെടുത്തേണ്ടതെന്ന ഒറ്റ നിലപാടിൽ യുവതി നിലകൊള്ളുകയായിരുന്നു.
പ്രായപൂർത്തിയായതിനെ തുടർന്ന് തന്റെ ഔദ്യോഗിക രേഖകളിൽ ഇസ്ലാമിന് പകരം ക്രിസ്ത്യാനിയാണെന്ന് ശരിയായി രേഖപ്പെടുത്തണമെന്ന് ആവശ്യപ്പെട്ട് യുവതി കോടതിയെ സമീപിക്കുകയായിരുന്നു. കീഴ്ക്കോടതി യുവതിക്ക് അനുകൂലമായി വിധി നൽകിയെങ്കിലും കേസ് അപ്പീൽ കോടതിയിലേക്ക് എത്തുകയായിരുന്നു. എന്നാൽ വ്യക്തിപരമായ കാര്യങ്ങളിലും മതവിശ്വാസത്തിലും സ്വയം തീരുമാനമെടുക്കാനുള്ള പൗരന്മാരുടെ അവകാശം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മേൽക്കോടതി മുൻവിധി ശരിവെക്കുകയായിരുന്നു. താൻ ക്രിസ്തുവിലാണ് വിശ്വസിക്കുന്നതെന്ന യുവതിയുടെ ഉറച്ച വിശ്വാസത്തിനും നിലപാടിനും ഒടുവിൽ കോടതി അംഗീകാരം നൽകുകയായിരുന്നു എന്നാണ് റിപ്പോർട്ട്. വിവാഹം, പിന്തുടർച്ച അവകാശം, വിദ്യാഭ്യാസം തുടങ്ങിയ മേഖലകളിൽ മതം ഔദ്യോഗിക രേഖകളിൽ ചേർക്കുന്നത് നിർണായകമായതിനാൽ വിധി സമാന സാഹചര്യങ്ങൾ നേരിടുന്ന മറ്റ് നിരവധി ക്രൈസ്തവർക്കും ന്യൂനപക്ഷങ്ങൾക്കും വലിയ പ്രതീക്ഷ നൽകുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. കരീബിയൻ രാജ്യമായ ഹെയ്ത്തിയിൽ ക്രിമിനൽ സംഘങ്ങളുടെ തേർവാഴ്ച ശക്തമായതോടെ രാജ്യത്തെ നിരവധി ക്രൈസ്തവ ആരാധനാലയങ്ങളും സ്കൂളുകളും അനുബന്ധ സ്ഥാപനങ്ങളും അടച്ചുപൂട്ടി. രാജ്യത്തെ കത്തോലിക്ക സഭ രൂപത അധ്യക്ഷനായ ബിഷപ്പ് ജോസഫ് ഗോൺഡ്രാൻഡ് ഡെക്കോസ്റ്റാണ് രാജ്യത്ത് തുടരുന്ന അനിശ്ചിതാവസ്ഥയെക്കുറിച്ചും ക്രിമിനൽ സംഘങ്ങൾ സഭയെ ലക്ഷ്യം വെക്കുന്നതുമായ സംഭവങ്ങളെക്കുറിച്ചും വെളിപ്പെടുത്തൽ നടത്തിയത്. രാജ്യത്തെ ക്രൈസ്തവ സഭ പീഡിത ജനതയെ ചേർത്ത് പിടിക്കാൻ ശ്രമിക്കുന്നതും അക്രമികൾക്കും ലഹരി മാഫിയകൾക്കുമെതിരെ നടപടി സ്വീകരിക്കുന്നതും സർക്കാരിനെ പിന്തുണയ്ക്കുന്നതും മൂലമാണ് അവർ തങ്ങളെ ഇല്ലാതാക്കാൻ ആഗ്രഹിക്കുന്നതെന്നും ബിഷപ്പ് ജോസഫ് ഗോൺഡ്രാൻഡ് പറഞ്ഞു. പോർട്ട് ഓഫ് പ്രിൻസിലെ അക്രമങ്ങൾക്കിടയിൽ 40 പ്രാദേശിക സഭകൾക്ക് പ്രവർത്തനം നിർത്തിവെക്കേണ്ടി വന്നു. സ്കൂളുകൾക്കും വിശ്വാസപരമായ സ്ഥാപനങ്ങൾക്കും നേരെ അതിക്രമങ്ങൾ ഉണ്ടാവുകയും അവ കത്തി നശിപ്പിക്കപ്പെടുകയോ പിടിച്ചെടുക്കപ്പെടുകയോ ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. പോർട്ട് ഓഫ് പ്രിൻസിലെ ഒരു പ്രദേശത്ത് കഴിഞ്ഞ ആഴ്ച ക്രിമിനൽ സംഘങ്ങൾ ആക്രമണം നടത്തിയതിനെ തുടർന്ന് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളിൽ ഭൂരിഭാഗവും പലായനം ചെയ്തു. മാറാൻ കഴിയാത്ത അവസ്ഥയിലായിരുന്ന ഏതാനും വയോജനങ്ങൾ അവിടെ തന്നെ തുടർന്നതിന് പിന്നാലെ അവരിൽ മിക്കവരെയും കൊലപ്പെടുത്തുകയും വീടുകൾ കൊള്ളയടിക്കുകയും ചെയ്തു. രാജ്യത്ത് വ്യാപകമായ അതിക്രമങ്ങൾ നിലനിൽക്കുമ്പോഴും സഭയ്ക്ക് പ്രത്യാശയുണ്ടെന്ന് അന്താരാഷ്ട്ര ക്രൈസ്തവ സന്നദ്ധ സംഘടനയായ ADTD ചർച്ച് ഇൻ നീഡിന് നൽകിയ അഭിമുഖത്തിൽ ബിഷപ്പ് ഡെക്കോസ്റ്റ് പറഞ്ഞു. ഹെയ്ത്തിയിൽ ഞങ്ങൾ പറയാറുണ്ട്, ഞങ്ങളുടെ തല വെട്ടിമാറ്റാത്ത കാലത്തോളം പ്രതീക്ഷ ഞങ്ങൾക്കുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾക്കൊരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടാത്തത്. നിങ്ങളുടെ പ്രാർത്ഥനകൾ ഞങ്ങൾക്ക് വലിയ കരുത്താണ് പകരുന്നത്. അവയില്ലെങ്കിൽ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ലായിരുന്നു. ഹൃദയത്തിന്റെ അടിത്തട്ടിൽ നിന്ന് ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുന്നു. രാജ്യത്തിന് സഹായം നൽകി പ്രവർത്തിക്കുന്ന സംഘടനകൾക്ക് നന്ദി അർപ്പിക്കുകയാണെന്നും ബിഷപ്പ് പറഞ്ഞു. അരാജകത്വവും ക്രിമിനൽ സംഘങ്ങളുടെ തുടർച്ചയായ ആക്രമണങ്ങളെയും തുടർന്ന് കനത്ത അരക്ഷിതാവസ്ഥ നേരിടുന്ന ഹെയ്ത്തിയിൽ വൈദികർക്കും സുവിശേഷകർക്കും ക്രൈസ്തവ സ്ഥാപനങ്ങൾക്കും നേരെയുള്ള ആക്രമണങ്ങൾ തുടർക്കഥയാണ്. അമേരിക്കൻ സെനറ്ററുടെ മകളായ 19-കാരിയായ സുവിശേഷകയെയും ഭർത്താവിനെയും അവരുടെ മിഷൻ സെക്രട്ടറിയെയും കഴിഞ്ഞ 2024 ഇവിടെ മിഷണറി സ്ഥാപനം കൊള്ളയടിക്കുന്നതിനിടെ ഗുണ്ടാ സംഘങ്ങൾ വെടിവെച്ച് കൊന്നിരുന്നു. മിഷണറി സ്ഥാപനങ്ങളും ക്രിസ്തീയ ആരാധനാലയങ്ങളും കൊള്ളയടിക്കുന്നതും മിഷണറിമാരെ തട്ടിയെടുത്ത് വിലപേശുന്നതും ഇവിടെ പതിവ് സംഭവമാണ്. തലസ്ഥാന നഗരത്തിന്റെ 70 മുതൽ 90% വരെ ഭാഗങ്ങൾ സായുധ കൊള്ളക്കാരുടെ നിയന്ത്രണത്തിലായതോടെ രാജ്യത്തെ ഗുണ്ടാ ആക്രമണങ്ങൾ അനുദിനം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. ചില വർഷങ്ങൾക്ക് മുൻപുണ്ടായ ഭൂകമ്പത്തിൽ തകർന്നടിഞ്ഞ ഈ ദ്വീപ് രാഷ്ട്രം ഇന്ന് നിലനിൽപ്പിനായുള്ള പോരാട്ടത്തിലാണ്. ഭൂകമ്പത്തിൽ അനാഥരാക്കപ്പെട്ട ആയിരക്കണക്കിന് കുഞ്ഞുങ്ങൾ ഇവിടെ വിവിധ അന്തർദേശീയ ക്രൈസ്തവ സംഘടനകളുടെ സംരക്ഷണയിൽ കഴിയുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. 9 മാസം മുൻപ് ആഫ്രിക്കൻ രാജ്യമായ നൈജറിൽ നിന്ന് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയ US മിഷണറിയെ മോചിപ്പിച്ചു. മിഷണറി പൈലറ്റായ കെവിൻ റൈഡ് ഔട്ടാണ് ഭീകരരുടെ തടവിൽ നിന്ന് 9 മാസത്തിന് ശേഷം മോചിതനായത്. ഇവാഞ്ചലിക്കൽ മിഷണറി ഗ്രൂപ്പായ സിം ഇന്റർനാഷണലിന്റെ പ്രവർത്തകനായാണ് കെവിൻ നൈജറിലെത്തിയത്. കഴിഞ്ഞ വർഷം ഒക്ടോബർ 21-നാണ് നൈജറിൽ വെച്ച് ആയുധധാരികളായ 3 ഭീകരർ മിഷണറി കെവിനെ തട്ടിക്കൊണ്ടുപോയത്. വൈറ്റ് ഹൗസ് നടത്തിയ ഇടപെടലുകളാണ് അദ്ദേഹത്തിന്റെ മോചനത്തിന് വഴിയൊരുക്കിയതെന്നാണ് റിപ്പോർട്ട്. കെവിൻ റൈഡ് ഔട്ട് പൂർണ്ണ ആരോഗ്യവാനാണെന്നും ഉടൻ തന്നെ കുടുംബവുമായി ഒത്തുചേരുമെന്നും ഇവാഞ്ചലിക്കൽ മിഷണറി ഗ്രൂപ്പായ സിം ഇന്റർനാഷണൽ അറിയിച്ചു. ട്രൂത്ത് സോഷ്യൽ മീഡിയയിലൂടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഈ മോചന വാർത്ത സ്ഥിരീകരിക്കുകയും സന്തോഷം പങ്കുവെക്കുകയും ചെയ്തു. അധികം താമസിയാതെ തന്നെ മിഷണറി കെവിനുമായി ഒരു അഭിമുഖത്തിനും US പ്രസിഡന്റ് താല്പര്യം പ്രകടിപ്പിച്ചിട്ടുണ്ട്. റഷ്യയിൽ 4 വർഷത്തോളമായി തടവിലായിരുന്ന റോബർട്ട് ഗിൽമാൻ എന്ന മറ്റൊരു അമേരിക്കൻ പൗരനെയും US നയതന്ത്ര ഇടപെടലിലൂടെ അടുത്തിടെ മോചിപ്പിച്ചിരുന്നു. പ്രസിഡന്റ് ട്രംപിന്റെ 2ാം ടേമിൽ 100-ലധികം അമേരിക്കക്കാരെ വിദേശ തടവറകളിൽ നിന്ന് മോചിപ്പിക്കാൻ സാധിച്ചതായി US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ വ്യക്തമാക്കി. ഇവരിലേറിയ പങ്കും വിവിധ രാഷ്ട്രങ്ങളിൽ മിഷണറി പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു വന്ന സുവിശേഷകരാണ്.
ന്യൂസ് ഡെസ്ക് ഹാർവസ്റ്റ് USA. ഓഗസ്റ്റ് 13 മുതൽ 16 വരെ കാനഡയിലെ കാൽഗറിയിൽ നടന്ന പെന്തക്കോസ്റ്റൽ കോൺഫറൻസ് ഓഫ് ഇൻഡോ കനേഡിയൻസ് അതായത് PCIC കോൺഫറൻസിന് അനുഗ്രഹ സമാപ്തി. കാനഡയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ദൈവദാസന്മാരും സഭാ പ്രതിനിധികളും വിശ്വാസികളും കോൺഫറൻസിന്റെ ആദ്യോടന്തം പങ്കെടുത്തു, അനുഗ്രഹീതരായി. കോൺഫറൻസിന്റെ സമാപന സമ്മേളനത്തിൽ 2029 PCIC ദേശീയ കോൺഫറൻസ് കാനഡയിലെ ഒണ്ടാരിയോയിൽ വെച്ച് നടത്തുവാൻ തീരുമാനിച്ചതായി കാനഡ പാസ്റ്റേഴ്സ് ഫെലോഷിപ്പ് ലീഡർ പാസ്റ്റർ ജോൺ തോമസ് പൊതുസദസ്സിൽ ഔദ്യോഗികമായി അറിയിച്ചു. 2029 PCIC ദേശീയ കോൺഫറൻസിന്റെ നാഷണൽ കൺവീനറായി പാസ്റ്റർ ബാബു ജോർജ് കിച്ചണറിനെ തെരഞ്ഞെടുത്തതായി കോൺഫറൻസിൽ ഔദ്യോഗികമായി പ്രഖ്യാപിച്ചു. കിച്ചണറിൽ സ്ഥിതി ചെയ്യുന്ന മൗണ്ട് കാർമേൽ പെന്തക്കോസ്റ്റൽ ചർച്ചിന്റെ ശുശ്രൂഷകനായ പാസ്റ്റർ ബാബു ജോർജ് അനുഗ്രഹിക്കപ്പെട്ട പ്രഭാഷകനും മികച്ച സംഘാടകനുമാണ്. സഭാ ശുശ്രൂഷയോടൊപ്പം വിവിധ മേഖലകളിൽ സമർപ്പിതമായി പ്രവർത്തിച്ചു വരുന്നു. കോൺഫറൻസിന്റെ തുടർ പ്രവർത്തനങ്ങൾക്കും ഒരുക്കങ്ങൾക്കും നാഷണൽ കൺവീനർ പാസ്റ്റർ ബാബു ജോർജിനൊപ്പം ആൽബർട്ടയിലെ എഡ്മണ്ടൺ ഫെയ്ത്ത് ക്രിസ്ത്യൻ അസംബ്ലി ശുശ്രൂഷകൻ പാസ്റ്റർ മനീഷ് തോമസ്, നോവാ സ്കോട്ടിയയിലെ ഹാലിഫാക്സ് ഇന്റർനാഷണൽ റിവൈവൽ അസംബ്ലി ശുശ്രൂഷകൻ പാസ്റ്റർ വിക്ടർ ഫിലിപ്പ് എന്നിവരും പ്രവർത്തിക്കുമെന്നും സംഘാടകർ പറഞ്ഞു. PCICയുടെ ഭാവി കോൺഫറൻസുകളുടെ ക്രമീകരണത്തിൽ അമേരിക്ക കേന്ദ്രീകരിച്ച് നടക്കുന്ന സമാന കോൺഫറൻസുകളുടെയും അവയുടെ സമയക്രമത്തിന്റെയും പശ്ചാത്തലം പരിഗണിക്കുന്നതിനോടൊപ്പം കാനഡയിലെ വിവിധ പ്രവിശ്യകളിലുള്ള ദൈവസഭകൾക്കും ദൈവദാസന്മാർക്കും PCICയുമായി സജീവമായി സഹകരിക്കാനും പങ്കാളികളാകാനുമുള്ള അവസരങ്ങളും താല്പര്യങ്ങളും പരിഗണിച്ചാണ് 2029 ദേശീയ കോൺഫറൻസ് ഒണ്ടാരിയോയിൽ നടത്തുവാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഈ പുതിയ ക്രമീകരണം കാനഡയിലെ വിവിധ ഭാഗങ്ങളിലുള്ള സഭകൾക്കും ദൈവദാസന്മാർക്കും പരസ്പരം കൂടുതൽ അടുത്ത് പ്രവർത്തിക്കാനും കൂട്ടായ്മയും പ്രാർത്ഥനയും ശുശ്രൂഷ സഹകരണവും വർദ്ധിപ്പിക്കാനും കാനഡയിലെ ദൈവരാജ്യ പ്രവർത്തനങ്ങൾക്ക് കൂടുതൽ ശക്തമായ ആത്മീയ ബന്ധം രൂപപ്പെടുത്താനും സഹായകരമാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. 2029 മുതൽ PCIC ദേശീയ കോൺഫറൻസ് 2 വർഷത്തിലൊരിക്കൽ ക്രമീകൃതമായി നടത്തുന്നതിനും തീരുമാനമായിട്ടുണ്ട്. കാനഡയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ദൈവദാസന്മാരെയും സഭകളെയും ഒരുമിച്ച് കൂട്ടിവരുത്തുകയും പരസ്പര സഹകരണവും പ്രാർത്ഥനയും ശുശ്രൂഷ പങ്കാളിത്തവും കൂടുതൽ മെച്ചപ്പെടുത്തുകയും ചെയ്യുക എന്നതാണ് ഈ ക്രമീകരണത്തിന്റെ പ്രധാന ലക്ഷ്യം. ഇന്റർനാഷണൽ ഡെസ്ക് ഹാർവസ്റ്റ് TV. യൂറോപ്പിലെ ക്രിസ്തീയ പൈതൃകം ശക്തമായി സംരക്ഷിക്കേണ്ടതുണ്ടെന്ന സംയുക്ത പ്രസ്താവനയുമായി ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയും ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫെഡറിക്സനും യൂറോപ്പിന്റെ ചരിത്രത്തിലും സ്വത്വത്തിലും ക്രിസ്തീയ വിശ്വാസം വഹിക്കുന്ന പങ്ക് എടുത്തു പറഞ്ഞുകൊണ്ട് സംയുക്ത പ്രസ്താവനയിലൂടെയാണ് ഇരു നേതാക്കളും തങ്ങളുടെ നിലപാട് വ്യക്തമാക്കിയത്. നിലവിലുള്ള രാഷ്ട്രീയ സാമൂഹ്യ വെല്ലുവിളികൾ നേരിടുമ്പോൾ യൂറോപ്പ് അതിന്റെ സാംസ്കാരികവും ചരിത്രപരവുമായ വേരുകൾ വിസ്മരിക്കാൻ പാടില്ലെന്നും ഇരുവരും അഭിപ്രായപ്പെട്ടു. യൂറോപ്പിലേക്ക് വരുന്നവർ അവിടുത്തെ സമൂഹങ്ങളുടെ മൂല്യങ്ങളെ മാനിക്കണമെന്നും പുതിയ സമൂഹങ്ങളുമായി ഇഴകിച്ചേരാൻ ശ്രമിക്കണമെന്നും മെലോനിയും ഫെഡറിക്സനും ഊന്നിപ്പറഞ്ഞു. യൂറോപ്പിൽ തുടരാൻ അർഹതയില്ലാത്ത കുടിയേറ്റക്കാരുടെ കാര്യത്തിൽ ശക്തമായ നടപടികൾ സ്വീകരിക്കണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. യൂറോപ്പിനെയും പൊതുവായ മൂല്യങ്ങളെയും ജീവിത രീതിയെയും സംരക്ഷിക്കാനുള്ള ശരിയായ മാർഗം ഇതാണെന്ന് തങ്ങൾ വിശ്വസിക്കുകയാണെന്നും ഇരുവരുടെയും പ്രസ്താവനയിൽ പറയുന്നു. ഇറ്റാലിയൻ പ്രധാനമന്ത്രി ജോർജിയ മെലോനിയും ഡെൻമാർക്ക് പ്രധാനമന്ത്രി മെറ്റെ ഫെഡറിക്സനും കുടിയേറ്റ വിഷയത്തിൽ ശക്തമായ നിലപാടുള്ള രാഷ്ട്രീയ നേതാക്കളാണ്. നിയന്ത്രണമില്ലാത്ത കുടിയേറ്റം മൂലം യൂറോപ്യൻ രാജ്യങ്ങളിലെ സാധാരണക്കാരായ ആളുകൾക്ക് വളരെ കാലമായി വലിയ ബുദ്ധിമുട്ടുകൾ സഹിക്കേണ്ടി വന്നിട്ടുണ്ടെന്നും ഇരുവരും ചൂണ്ടിക്കാട്ടുന്നു. സഭയുടെ കുടിയേറ്റ നയത്തിന് മെലോണി എതിരാണെങ്കിലും ക്രിസ്തീയ വിശ്വാസത്തിനും പ്രോലൈഫ് മൂല്യങ്ങൾക്കും മെലോണി വലിയ പ്രാധാന്യം നൽകുന്നുണ്ട്. ഇസ്ലാമിക അധിനിവേശം രാജ്യത്തെ ഭീഷണി സൃഷ്ടിക്കുകയാണെന്ന ആരോപണം ഡെൻമാർക്കിൽ നേരത്തെ ഉയർന്നിരുന്നു. ഇതിനെതിരെ ഭരണകൂട നടപടികൾ വ്യാപിപ്പിക്കുവാൻ രാജ്യത്ത് ശ്രമം ആരംഭിച്ചിട്ടുണ്ട്. ഇരു രാജ്യങ്ങളുടെയും പ്രധാനമന്ത്രിമാർ ഒരുമിച്ച് കുടിയേറ്റക്കാരുടെ ആക്രമണങ്ങൾക്കെതിരെ രംഗത്ത് വരുന്നതും ക്രിസ്തീയ മൂല്യങ്ങൾ സംരക്ഷിക്കണമെന്ന ആഹ്വാനവും വളരെ ശ്രദ്ധ നേടിയിരിക്കുകയാണ് ഇപ്പോൾ. അഭയം നൽകിയ രാജ്യങ്ങളെ തകർക്കാനും അവരുടെ സാമൂഹികവും മതപരവുമായ അസ്തിത്വത്തെ ഇല്ലാതാക്കാനുമുള്ള കുടിയേറ്റക്കാരുടെ ശ്രമങ്ങളെ ഭരണകൂടങ്ങൾ ഗൗരവമായി വീക്ഷിക്കുന്നു എന്നതിന്റെ തെളിവാണ് ഈ സംയുക്ത പ്രസ്താവനയെന്ന് നിരീക്ഷകർ വിലയിരുത്തുന്നു. ഇന്റർനാഷണൽ ഡെസ്ക് ഹാർവസ്റ്റ് TV. നൈജീരിയയിലെ കഡുന സംസ്ഥാനത്തെ നരിഡോൺ ഗ്രാമത്തിൽ 30ഓളം ക്രൈസ്തവരുടെ ജീവനെടുത്ത ആക്രമണത്തിൽ പങ്കെടുത്ത ഇസ്ലാമിക തീവ്രവാദിയെ നൈജീരിയൻ സൈന്യം അറസ്റ്റ് ചെയ്തു. ഓപ്പറേഷൻ എൻഡ്യൂറിംഗ് പീസിന്റെ സെക്ടർ 3 സൈനികരാണ് അയൽ സംസ്ഥാനമായ പ്ലേറ്റോ സംസ്ഥാനത്തെ ബസ പ്രാദേശിക പരിധിയിലെ ഡഡ്സൺ കുര ഗ്രാമത്തിൽ നടത്തിയ ഓപ്പറേഷനിൽ ഫുലാനി തീവ്രവാദിയെ അറസ്റ്റ് ചെയ്തത്.
നിരന്തരമായ ക്രൈസ്തവ വേട്ട നടന്നിട്ടും കണ്ണടച്ചിരുട്ടാക്കുന്ന ഭരണകൂടവും സൈന്യവും അമേരിക്ക സാമ്പത്തിക സഹായം നിർത്തലാക്കുമെന്ന ഭീഷണി ഉയർത്തിയതോടെ ക്രൈസ്തവർക്കെതിരായ ആക്രമണങ്ങൾ ഗൗരവമായി കണ്ടു തുടങ്ങിയെന്ന് ക്രിസ്ത്യൻ വക്താവ് പറഞ്ഞു. ജൂലൈ 26-ന് കൗറൂർ ലോക്കൽ ഗവൺമെന്റ് ഏരിയയിലെ കമാരു വാർഡിലെ ക്രൈസ്തവ സമൂഹം തിങ്ങിപ്പാർക്കുന്ന നരിഡോണിൽ നടത്തിയ ക്രൈസ്തവ കൂട്ടക്കൊലയിലെ പ്രതിയെ ഇക്കഴിഞ്ഞ തിങ്കളാഴ്ച രാത്രി 8 മണിയോടെയാണ് സൈന്യം ഒരു ഓപ്പറേഷനിലൂടെ കണ്ടെത്തിയതെന്ന് സൈനിക നേതൃത്വം മാധ്യമങ്ങളെ അറിയിച്ചു. സൈനിക കസ്റ്റഡിയിൽ അന്വേഷണം തുടരുകയാണെന്നും അന്നത്തെ സംഭവത്തിന്റെ വിവിധ വിശദാംശങ്ങൾ തേടുകയും ആക്രമണവുമായി ബന്ധപ്പെട്ട മറ്റു കുറ്റവാളികളെ കണ്ടെത്താനും ശ്രമിക്കുകയാണെന്നും സൈനിക വൃത്തങ്ങൾ വ്യക്തമാക്കി. ആഫ്രിക്കൻ രാജ്യമായ നൈജീരിയയിൽ ക്രൈസ്തവ വിരുദ്ധ ആക്രമണങ്ങൾ വർദ്ധിക്കുന്ന പശ്ചാത്തലത്തിൽ ഇതിന് മറുപടി എന്ന നിലയിൽ ഓരോ വർഷവും നൽകി വരുന്ന സാമ്പത്തിക സഹായം നിർത്തിവെക്കാൻ US ജനപ്രതിനിധി സഭയുടെ ബിൽ അടുത്തിടെ പാസാക്കിയിരുന്നു. ക്രൈസ്തവ നരഹത്യയിൽ ഭരണകൂടം പുലർത്തുന്ന നിസ്സംഗതയിൽ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നൈജീരിയൻ ഭരണകൂടത്തിന് മുന്നറിയിപ്പ് നൽകിയിരുന്നു. ഇതിന്റെയൊക്കെ പ്രതിഫലനമാണ് ആക്രമണം നടന്ന 10 ദിവസത്തിനുള്ളിൽ നടന്ന അറസ്റ്റ് എന്ന് വിലയിരുത്തപ്പെടുന്നു. കഴിഞ്ഞയിടെ ആരാധനാലയത്തിൽ ആക്രമണം നടത്തി ക്രൈസ്തവ വിശ്വാസികളെ കൊലപ്പെടുത്തിയ തീവ്രവാദികളെ പിടികൂടി വധശിക്ഷയ്ക്ക് വിധിച്ച സംഭവവും ജനശ്രദ്ധ നേടിയിരുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. അമേരിക്കയിലെ ടെക്സസ് സ്റ്റേറ്റിൽ പുതിയ അധ്യയന വർഷം ആരംഭിച്ചു. അതിലെന്താണ് പ്രത്യേകതയെന്ന് ഒരുപക്ഷെ പ്രിയ പ്രേക്ഷകർ ചോദിച്ചേക്കാം. എന്നാൽ ഒരു പ്രത്യേകതയുണ്ട്. ഈ അധ്യയന വർഷം മുതൽ ടെക്സസിലെ പൊതുവിദ്യാലയങ്ങളിലെ പാഠ്യപദ്ധതിയിൽ ഒരു പൊതുവിഷയം കൂടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കിൻഡർ ഗാർഡൻ മുതൽ 12ാം ക്ലാസ് വരെ എല്ലാ ക്ലാസ്സുകളിലും ഇനി മുതൽ ബൈബിൾ കഥകളും വാക്യങ്ങളും പഠിപ്പിക്കും. ടെക്സസ് ഗവർണർ ഗ്രെഗ് ആൽബർട്ടും നിയമ നിർമ്മാതാക്കളുമാണ് പൊതു സ്കൂളുകളിലെ ഈ വിപ്ലവകരമായ മാറ്റം നിർബന്ധമാക്കിയത്. ക്രൈസ്തവ രാജ്യമായ അമേരിക്കയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന മൂല്യച്യുതിക്ക് ഒരു വ്യത്യാസം വരുത്താനും ആദ്യകാലത്തെ പോലെ ഒരു ആത്മീയ അധിഷ്ഠിത ദർശനത്തിൽ പദമൂന്നി രാജ്യം മുന്നോട്ട് ഗമിക്കാനും ടെക്സസിന്റെ ഈ പുതിയ തുടക്കം കാരണമാകുമെന്നും അത് മറ്റ് സംസ്ഥാനങ്ങൾക്കും പ്രചോദനമാകുമെന്നും പ്രതീക്ഷിക്കാം. വാർത്തയുടെ വിശദാംശങ്ങളുമായി ടെക്സസിൽ നിന്നും ഞങ്ങളുടെ പ്രതിനിധി ജോയി തുമ്പമൺ ചേരും. ടെക്സസ് സ്റ്റേറ്റില് പുതിയ അധ്യയന വർഷം ആരംഭിച്ചിരിക്കുകയാണ്. ഈ വർഷത്തിനൊരു പ്രത്യേകതയുള്ളതെന്ന് പറഞ്ഞാൽ കിൻഡർ ഗാർഡൻ മുതൽ 12ാം ക്ലാസ് വരെ ഓരോ ക്ലാസ്സുകളിലും വേദപുസ്തകം പഠിപ്പിക്കുവാൻ ഒരു നിയമമാക്കിയിരിക്കുകയാണ്. ടെക്സസ് ഗവർണർ ഗ്രെഗ് ആൽബർട്ടും കോൺഗ്രസും അതിന് അപ്രൂവൽ കൊടുത്തിരിക്കുകയാണ്. ദൈവവചനം പഠിപ്പിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം തന്നെയാണ്. ബാലൻ നടക്കേണ്ട വഴിയിൽ അവനെ അഭ്യസിപ്പിക്കുക, അവൻ വൃദ്ധനായാലും അത് പിന്മാറുകയില്ല എന്നുള്ളതാണല്ലോ ദൈവവചനം. നമ്മുടെ പൂർവ്വപിതാക്കന്മാര് ദൈവവചനത്തിന് വേണ്ടി ജീവിക്കുവാനായി ഇംഗ്ലണ്ടിൽ നിന്നും യൂറോപ്പിൽ നിന്നും കടന്നു വന്നപ്പോൾ അവർ പ്ലിമത്ത് റോക്കിൽ ആദ്യമായി കാല് വെച്ചപ്പോൾ അവരുടെ ഹൃദയത്തിലുള്ളതായ ആഗ്രഹം എന്ന് പറയുന്നത് അത് തന്നെയായിരുന്നു. ഈ അമേരിക്കയെ മൂല്യച്യുതിയിൽ നിന്നും ധാർമ്മിക അധംപതനത്തിൽ നിന്നും ഉദ്ധരിച്ചുകൊണ്ട് തങ്ങളുടെ കറൻസിയിൽ പോലും ഇൻ ഗോഡ് വി ട്രസ്റ്റ്, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിച്ച ഈ അമേരിക്ക ധാർമ്മികമായി അധംപതിച്ചുകൊണ്ടിരിക്കുകയാണ്. ആത്മീകമായ മൂല്യച്യുതിയിൽ ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിന് ഉദ്ഘാടനം നൽകേണ്ടതിനു വേണ്ടി അമേരിക്കയിലുള്ള എല്ലാ സ്കൂളുകളിലും, വിശേഷാൽ ടെക്സസിലുള്ള സ്കൂളുകളില് ദൈവപഠനം ഒരു പാഠ്യ വിഷയമാക്കി തീർത്തിരിക്കുകയാണ്. അത് നല്ലൊരു തുടക്കം തന്നെയാണ് എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിനുവേണ്ടി മറ്റുള്ള സ്റ്റേറ്റുകളിലേക്ക് ഇത് വ്യാപിക്കുവാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഛത്തീസ്ഗഡിലെ പ്രമുഖ ക്രിസ്ത്യൻ നേതാവിനെ അറസ്റ്റ് ചെയ്ത് പോലീസ്. സോഷ്യൽ മീഡിയയിൽ ഹൈന്ദവരുടെ മതവികാരം വ്രണപ്പെടുത്തുന്ന തരത്തിലുള്ള ആക്ഷേപകരമായ പരാമർശം പോസ്റ്റ് ചെയ്തുവെന്ന് ആരോപിച്ചാണ് അറസ്റ്റ്. ഛത്തീസ്ഗഡ് ക്രിസ്ത്യൻ ഫോറം പ്രസിഡന്റും 75 വയസ്സുകാരനുമായ അരുൺ പന്നാലാലിനെയാണ് ഓഗസ്റ്റ് 7-ന് സംസ്ഥാന തലസ്ഥാനമായ റായ്പൂരിലെ വീട്ടിൽ വെച്ച് പോലീസ് അറസ്റ്റ് ചെയ്തത്. അടുത്ത ദിവസം അദ്ദേഹത്തെ ഒരു പ്രാദേശിക കോടതിയിൽ ഹാജരാക്കി 14 ദിവസത്തേക്ക് കസ്റ്റഡിയിൽ വിട്ടു. മതവികാരങ്ങളെ വ്രണപ്പെടുത്തുക, സമാധാനം തകർക്കുക, സമുദായങ്ങൾക്കിടയിൽ ശത്രുത വളർത്തുക എന്നീ ലക്ഷ്യങ്ങളോടെ മനഃപൂർവ്വവും ദുരുദ്ദേശപരവുമായ പ്രവർത്തികൾ ചെയ്തതിനാണ് പന്നാലാലിനെതിരെ കേസെടുത്തതെന്ന് പോലീസ് പറഞ്ഞു. മതവികാരങ്ങളെ വ്രണപ്പെടുത്തിയെന്ന് ആരോപിച്ച് BJP വക്താവ് അമിത് ചിംനാനിയാണ് പരാതി നൽകിയത്. അരുൺ പന്നാലാലിൽ നിന്ന് ആക്ഷേപകരമായ ഒരു ഫേസ്ബുക്ക് പോസ്റ്റിന്റെയും അഭിപ്രായങ്ങളുടെയും സ്ക്രീൻഷോട്ടുകളും സഹിതമാണ് പരാതി നൽകിയത്. FIR പ്രകാരം ഹിന്ദു മതവിശ്വാസങ്ങളെ ചോദ്യം ചെയ്യുന്ന
ഹൻസ്രാജ് ഗോയലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ പന്നാലാൽ വളരെ എതിർക്കപ്പെടുന്ന ഒരു അഭിപ്രായം നടത്തിയതായും ആരോപിക്കപ്പെടുന്നു. എന്നാൽ അത്തരത്തിലൊരു പോസ്റ്റും തന്റെ പിതാവ് ചെയ്തിട്ടില്ലെന്നും മറ്റാരോ അതിന്റെ പിന്നിലുണ്ടെന്ന് സംശയിക്കുന്നതായും അരുൺ പന്നാലാലിന്റെ മകൻ വൈഭവ് പറഞ്ഞു. എന്റെ പിതാവ് സോഷ്യൽ മീഡിയയിൽ ഒരു ദൈവത്തെയും പരിഹസിക്കുന്ന ഒരു സന്ദേശവും പോസ്റ്റ് ചെയ്തിട്ടില്ല. തന്റെ പേരും ഫോട്ടോയും ഉപയോഗിച്ച് ആരെങ്കിലും തന്റെ പിതാവിനെ അനുകരിച്ച് സോഷ്യൽ മീഡിയയിൽ ഈ കുഴപ്പം സൃഷ്ടിക്കാൻ ശ്രമിച്ചിരിക്കാം, വൈഭവ് പറഞ്ഞു. അറസ്റ്റ് മുൻകൂട്ടി ആസൂത്രണം ചെയ്തതാണെന്നും സംസ്ഥാനത്ത് പീഡിപ്പിക്കപ്പെടുന്ന ക്രിസ്ത്യാനികളുടെ പ്രശ്നങ്ങൾ ഉന്നയിക്കുന്നതിനായി തന്റെ പിതാവിന്റെ ശബ്ദം ഭീഷണിപ്പെടുത്താനും ഉപദ്രവിക്കാനും നിശബ്ദമാക്കാനും ഉദ്ദേശിച്ചുള്ളതാണെന്നും വൈഭവ് കൂട്ടിച്ചേർത്തു. നിരപരാധിത്വം തെളിയിക്കുമെന്നും ജാമ്യത്തിനായി ഞങ്ങളുടെ അഭിഭാഷകൻ ഉയർന്ന കോടതിയെ സമീപിക്കാൻ ഒരുങ്ങുകയാണെന്നും വൈഭവ് പന്നാലാൽ കൂട്ടിച്ചേർത്തു. നാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. പോലീസ് നടപടികൾ നേരിടുന്ന തെരുവ് സുവിശേഷകർക്ക് നിയമപരവും സാമ്പത്തികവുമായ സഹായം നൽകാൻ തയ്യാറായി ബ്രിട്ടീഷ് കോടീശ്വരൻ രംഗത്ത്. പൊതുസ്ഥലങ്ങളിലും മറ്റും പ്രസംഗിച്ചു എന്ന പേരിൽ പോലീസ് നടപടികൾ നേരിടുന്ന ക്രിസ്ത്യൻ സുവിശേഷക പ്രസംഗകർക്ക് നിയമപരമായ പ്രാതിനിധ്യം നൽകുന്നതിന് വ്യക്തിപരമായി ധനസഹായം നൽകുമെന്ന് അറിയിച്ച് ബ്രിട്ടീഷ് കോടീശ്വരനായ സാമുവൽ ലീഡ്സ് രംഗത്ത് വരികയായിരുന്നു. ഒരു ക്രിസ്ത്യൻ രാഷ്ട്രമായ ബ്രിട്ടനിൽ പ്രസംഗിച്ചതിന് ക്രിസ്ത്യാനികൾ അറസ്റ്റിലാകുന്നത് കാണുമ്പോൾ ദേഷ്യവും ഞെട്ടലും ഉളവാകുന്നതായി ബിസിനസ്സുകാരനായ സാമുവൽ ലീഡ്സ് പറഞ്ഞു. ട്രൂത്ത് ടൈംസിന് അനുവദിച്ച അഭിമുഖത്തിലാണ് സാമുവൽ ഇക്കാര്യത്തിൽ തന്റെ നിലപാട് വ്യക്തമാക്കിയത്. ബ്രിട്ടൻ ക്രിസ്ത്യാനികൾക്കെതിരെ ഇരട്ട നിലപാടാണ് വികസിപ്പിച്ചു കൊണ്ടുവരുന്നതെന്നും രാജ്യം ദൈവത്തിങ്കിലേക്ക് മടങ്ങാൻ വൈകിയിരിക്കുന്നുവെന്നും യഥാർത്ഥത്തിൽ ക്രിസ്ത്യാനികൾക്ക് നേരെയുള്ള ആക്രമണം കുടിയേറ്റക്കാരിൽ നിന്നല്ല, മറിച്ച് ബ്രിട്ടന്റെ സ്വന്തം സ്ഥാപനങ്ങളിൽ നിന്നാണെന്നും ലീഡ്സ് പറഞ്ഞു. ബ്രിട്ടനിൽ ക്രിസ്ത്യൻ തെരുവ് പ്രസംഗകരോട് സമീപകാലത്തുണ്ടായ സമീപനങ്ങൾ വളരെ ചർച്ചയായതിനെ തുടർന്നാണ് ലീഡ് തന്റെ നിലപാട് വ്യക്തമാക്കിയത്. അടുത്ത കാലത്ത് ദിയ മുസ്ലി, പാസ്റ്റർ സ്റ്റീവ് മെയിൻ തുടങ്ങിയവർ തെരുവിൽ സുവിശേഷം പ്രസംഗിച്ചതിന് പോലീസ് നടപടികൾ നേരിട്ടിരുന്നു. തന്റെ ബിസിനസ് വിജയിച്ചതിനാൽ ദൈവവേലയെ സഹായിക്കാൻ താൻ സന്നദ്ധനാണ്. അറസ്റ്റ് ചെയ്യപ്പെടുന്ന സുവിശേഷകർക്കും പാസ്റ്റർമാർക്കും നിയമപരവും സാമ്പത്തികവുമായി സഹായിക്കാൻ താൻ ഒരുക്കമാണെന്നും ലീഡ്സ് വ്യക്തമാക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഹാർവസ്റ്റ് TV. ഇനി ചില മരണവാർത്തകൾ നോക്കാം. ആകാശവാണി ദൂരദർശൻ മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ രാജു വർഗീസിന്റെ മാതാവ് മുണ്ടിയപ്പള്ളി അങ്ങൈത്താഴെ അന്നമ്മ വർഗീസ് നിത്യതയിൽ ചേർക്കപ്പെട്ടു. 90 വയസ്സായിരുന്നു. പരേതനായ MT വർഗീസ് ആണ് ഭർത്താവ്. മുണ്ടിയപ്പള്ളി ശാലേം IPC സഭാംഗമാണ്. സംസ്കാരം ഓഗസ്റ്റ് 19 രാവിലെ 10 മുണ്ടിയപ്പള്ളി IPC ഷാലോം ചർച്ചിൽ നടന്ന ശുശ്രൂഷകൾക്ക് ശേഷം 12:30 ഷാലോം സഭാ സെമിത്തേരിയിൽ നടത്തി. രാജു വർഗീസ്, സൂസി ബെന്നി, സുമ പുന്നൂസ് എന്നിവർ മക്കളും അച്ച സെനു തോമസ്, ബെന്നി TM, പുന്നൂസ് എം കുര്യൻ എന്നിവർ മരുമക്കളുമാണ്. ചർച്ച് ഓഫ് ഗോഡ് കേരള സ്റ്റേറ്റ് മുൻ മീഡിയ സെക്രട്ടറിയും മലയാള മനോരമയുടെ ആദ്യകാല പ്രാദേശിക ലേഖകനുമായിരുന്ന മഴുക്കീർ വെള്ളവന്താനത്ത് VA സണ്ണി, അതായത് സണ്ണി മഴുക്കീർ നിത്യതയിൽ ചേർക്കപ്പെട്ടു. 75 വയസ്സായിരുന്നു. ഭാര്യ പ്രഭ സണ്ണി കല്ലിശ്ശേരി കുറ്റിയിൽ കുടുംബാംഗമാണ്. ബിനു മാത്യു മാധ്യമപ്രവർത്തകനും 2028 PCNAK നാഷണൽ ട്രഷററുമായ നിബു വെള്ളവന്താനം USA എന്നിവർ മക്കളും. അഭയ ബിനു, ഡോക്ടർ സിജി മാത്യു എന്നിവർ മരുമക്കളുമാണ്. ഇനി ഗൾഫ് ലോക വിശേഷങ്ങളുമായി അറേബ്യൻ ന്യൂസ്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ സർവീസുകൾ ഒരുക്കി അബുദാബി സായിദ് രാജ്യാന്തര വിമാനത്താവളം ഇന്ത്യൻ പ്രവാസികളെ ക്ഷണിക്കുന്നു. കേരളം അടക്കം ഇന്ത്യൻ വിമാനത്താവളങ്ങളിലേക്ക് താരതമ്യേന കുറഞ്ഞ ടിക്കറ്റ് നിരക്കാണ് ഇപ്പോൾ അബുദാബിയിൽ നിന്നുള്ളത്. കൂടുതൽ വിമാനങ്ങളുടെ സർവീസുകൾ ആരംഭിച്ചതോടെ ദുബായ് അടക്കമുള്ള എമിറേറ്റുകളിൽ നിന്ന് പ്രവാസികൾ അബുദാബിയിലെത്തി നാട്ടിലേക്ക് യാത്ര ചെയ്യുന്നു. വിവിധ എമിറേറ്റുകളിൽ നിന്ന് സായിദ് രാജ്യാന്തര വിമാനത്താവളത്തിലേക്ക് നേരിട്ട് ബസ് സർവീസുമുണ്ട്. വിമാനത്തിന്റെ സമയം അനുസരിച്ച് ബസ്സുകൾ ബുക്ക് ചെയ്യാം. നവി മുംബൈ, ഇൻഡോർ, ലക്നൗ എന്നിവിടങ്ങളിലേക്ക് എയർ ഇന്ത്യ എക്സ്പ്രസ് കഴിഞ്ഞ ദിവസം പുതിയ സർവീസുകളും ആരംഭിച്ചിട്ടുണ്ട്. 7 മുതൽ ഗുവാഹത്തിയിലേക്കും സർവീസുകൾ ആരംഭിക്കും. ഇന്ത്യയുടെ വടക്ക് കിഴക്കൻ മേഖലയിലേക്കും അബുദാബിയിൽ നിന്ന് നേരിട്ട് സർവീസുകൾ ആരംഭിക്കാൻ ഒരുങ്ങുകയാണ് എയർ ഇന്ത്യ. കൂടുതൽ ഇന്ത്യൻ നഗരങ്ങളിലേക്ക് സർവീസുകൾ ആവശ്യമായി വരുന്നത് ഇരു രാജ്യങ്ങൾക്കും ഇടയിലെ ബന്ധം ശക്തമാക്കുന്നതിന്റെ തെളിവാണെന്ന് അബുദാബി എയർപോർട്ട് CEO അഹമ്മദ് ജുമ അൽ ഷമിസി പറഞ്ഞു. എയർ ഇന്ത്യ എക്സ്പ്രസിന്റെ ഏറ്റവും പ്രധാന രാജ്യാന്തര സർവീസാണ് UAE-യിലേക്കുള്ളതെന്നും എക്സ്പ്രസിന്റെ വളർച്ചയിൽ അബുദാബി നിർണായകമാണെന്നും ചെയർമാൻ നിപുൺ അഗർവാൾ വ്യക്തമാക്കി. ന്യൂസ് ഡെസ്ക്, ഹാർവസ്റ്റ് അറേബ്യ.
ഇനി ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് നോക്കാം. കൈകാലുകളില്ലാത്ത അവസ്ഥയിൽ ജനിച്ച് പ്രതിസന്ധികളെ ചവിട്ടുപടിയാക്കി ലോകത്തിലെ ഏറ്റവും മികച്ച മോട്ടിവേഷണൽ സ്പീക്കറും ആഗോള സുവിശേഷകനുമായി മാറിയ നിക് വുജിസിക്കിന്റെ ജീവിതകഥ ഇനി തിയേറ്ററുകളിലേക്ക്. ദൈവവിശ്വാസവും അളവറ്റ ആത്മവിശ്വാസവും കൊണ്ട് വിധിയെപ്പോലും തോൽപ്പിച്ച നിക്കിന്റെ വികാരനിർഭരവും പ്രചോദനാത്മകവുമായ ജീവിതയാത്ര ചിത്രീകരിക്കുന്ന നോ ലിംസ് നോ ലിമിറ്റ്സ് ദി നിക്കി സ്റ്റോറി എന്ന ഡോക്യുമെന്ററി ചിത്രം സെപ്റ്റംബർ 25-നാണ് പ്രദർശനത്തിന് എത്തുന്നത്. 1982 ഓസ്ട്രേലിയയിലെ മെൽബണിലാണ് നിക് വുജിസിക്കിന്റെ ജീവിതയാത്ര ആരംഭിക്കുന്നത്. ടെട്ര അമേലിയ സിൻഡ്രോം എന്ന അപൂർവ വൈദ്യശാസ്ത്ര അവസ്ഥ മൂലം ജനന സമയത്ത് തന്നെ അദ്ദേഹത്തിന് കൈകാലുകൾ ഇല്ലായിരുന്നു. 17-ാം വയസ്സിൽ തന്റെ വിദ്യാലയത്തിലെ ഒരു ജീവനക്കാരന്റെ പ്രേരണയാലാണ് നിക് പ്രഭാഷണങ്ങൾ നടത്താൻ ആരംഭിച്ചത്. ആ കൊച്ചു പ്രസംഗം പിന്നീട് ലോക ശ്രദ്ധ നേടി. ഇന്ന് സുവിശേഷകൻ നിക് വുജിസിക് നീന്തും, സ്കൈ ഡൈവിംഗ് ചെയ്യും. 2 ബിരുദങ്ങൾ നേടിയ അദ്ദേഹം വിവാഹിതനും 4 മക്കളുടെ പിതാവുമാണ്. 80-ലേറെ രാജ്യങ്ങളിൽ സഞ്ചരിച്ച് സുവിശേഷ പ്രഭാഷണം നടത്തിയിട്ടുണ്ട്. 200 കോടിയിലധികം മനുഷ്യർക്ക് പ്രത്യാശ നൽകിയ ലൈഫ് വിത്തൗട്ട് ലിംസ് എന്ന സംഘടനയുടെ സ്ഥാപകനുമാണ്. പ്രതിസന്ധികളുടെ നടുവിലും ദൈവത്തിലുള്ള ഉറച്ച വിശ്വാസവും പ്രത്യാശയും കൂടെ മുന്നേറുന്നവർക്ക് എങ്ങനെ തങ്ങളുടെ ജീവിതത്തെയും ലോകത്തെ തന്നെയും മാറ്റിമറിക്കാനാകും എന്നതിന്റെ സാക്ഷ്യമാണ് ഈ ചിത്രമെന്ന് നിക് പറയുന്നു. ഈ സിനിമ എന്റെ നേട്ടങ്ങളെ മഹത്വവൽക്കരിക്കാൻ ഉള്ളതല്ല, മറിച്ച് കൈകാലുകളില്ലാത്ത ഒരു മനുഷ്യനിലൂടെ ദൈവത്തിന് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്ന് കാണിച്ചു തരാൻ ഉള്ളതാണ്. നിങ്ങളുടെ പരിമിതികൾ ദൈവത്തിന്റെ കയ്യിൽ നൽകിയാൽ അതൊരിക്കലും നിങ്ങളുടെ സാധ്യതകളെ തടയില്ല. ഈ സിനിമ കണ്ട് തിയേറ്ററിൽ നിന്ന് പുറത്തിറങ്ങുന്ന ഓരോ വ്യക്തിയും ജീവിതത്തിൽ പുതിയൊരു പ്രത്യാശ കണ്ടെത്തിയാൽ അതാണ് ഇതിന്റെ യഥാർത്ഥ വിജയം. നിക് വുജിസിക് പറഞ്ഞു നിർത്തുന്നു. വാർത്തകൾ അവസാനിക്കുന്നില്ല. പുതിയ വാർത്തകളും വിശേഷങ്ങളുമായി വീക്ക്ലിയറിനോടൊപ്പം ഇനി അടുത്ത ആഴ്ചയിൽ ഇതേ ദിവസം ഇതേ സമയം. നമസ്കാരം. സംസ്ഥാനത്തെ ആരാധനാലയങ്ങളിലെ ഉച്ചഭാഷിണികൾക്ക് കർശന നിയന്ത്രണം. പരിധി ലംഘിക്കുന്ന ഉച്ചഭാഷിണി ഉപയോഗത്തിനെതിരെ പോലീസ് നടപടിയുണ്ടാകും. ഔദ്യോഗിക രേഖകളിൽ ക്രൈസ്തവ വിശ്വാസം പുനഃസ്ഥാപിച്ചു കിട്ടാൻ നിയമപോരാട്ടം നടത്തിയ ഇറാഖി യുവതിക്ക് ഒടുവിൽ നീതി. അനുകൂല വിധിയുമായി കോടതി. സമാന സാഹചര്യങ്ങൾ നേരിടുന്ന മറ്റ് ക്രൈസ്തവർക്കും വിധി സഹായകമാകും. ദ്വീപ് രാഷ്ട്രമായ ഹെയ്ത്തിയിൽ ഗുണ്ടാ സംഘങ്ങളുടെ ഭീഷണിയും ആക്രമണങ്ങളും ശക്തം. നിരവധി ക്രൈസ്തവ ആരാധനാലയങ്ങളും സ്കൂളുകളും അടച്ചുപൂട്ടി. ആതുരാലയങ്ങളും അനാഥശാലകളും അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. നൈജറിൽ 9 മാസത്തിലധികമായി ഭീകരരുടെ തടവിലായിരുന്ന US മിഷണറിയെ മോചിപ്പിച്ചു. മിഷണറി കെവിൻ ആരോഗ്യവാനാണെന്ന് സിം ഇന്റർനാഷണൽ സംഘടന. PCIC കോൺഫറൻസിന് അനുഗ്രഹ സമാപ്തി. 2029 PCIC ദേശീയ കോൺഫറൻസ് ഒണ്ടാരിയോയിൽ. യൂറോപ്പിന്റെ ക്രിസ്തീയ പൈതൃകം സംരക്ഷിക്കേണ്ടത് അനിവാര്യം. സംയുക്ത പ്രസ്താവനയുമായി ഇറ്റലി, ഡെൻമാർക്ക് പ്രധാനമന്ത്രിമാർ. നൈജീരിയക്കെതിരായ അമേരിക്കൻ നടപടികൾ ഫലം കാണുന്നു. നൈജീരിയയിൽ 30ഓളം ക്രൈസ്തവരെ കൂട്ടക്കൊല ചെയ്ത ഇസ്ലാമിക തീവ്രവാദിയെ അറസ്റ്റ് ചെയ്ത് സൈന്യം. ടെക്സസിലെ പൊതുവിദ്യാലയ പാഠ്യപദ്ധതിയിൽ ഇനി ബൈബിൾ പഠനവും. കിൻഡർ ഗാർഡൻ മുതൽ 12ാം ക്ലാസ് വരെ ബൈബിൾ പഠനം നിർബന്ധമാണ്. സോഷ്യൽ മീഡിയയിൽ മതവികാരം വ്രണപ്പെടുത്തുന്ന പരാമർശങ്ങൾ നടത്തിയെന്ന് പരാതി. ഛത്തീസ്ഗഡ് ക്രിസ്ത്യൻ ഫോറം പ്രസിഡന്റ് അരുൺ പന്നാലാൽ അറസ്റ്റിൽ. സോഷ്യൽ മീഡിയ പോസ്റ്റിലൂടെ പിതാവിനെ കുടുക്കുകയായിരുന്നുവെന്ന് പന്നാലാലിന്റെ മകൻ. പോലീസ് നടപടികൾ നേരിടുന്ന തെരുവ് സുവിശേഷകർക്ക് സഹായവുമായി ബ്രിട്ടീഷ് കോടീശ്വരൻ. ക്രിസ്ത്യൻ രാഷ്ട്രമായ ബ്രിട്ടനിൽ ക്രൈസ്തവ വിശ്വാസം പറയുന്നവരെ അറസ്റ്റ് ചെയ്യുന്നത് ഞെട്ടലുളവാക്കുന്നുവെന്നും സാമുവൽ ലീവ്സ്. എബോള പടരുമ്പോഴും കോങ്കോയിൽ ക്രൈസ്തവർക്ക് രക്ഷയില്ല. 76 ക്രിസ്ത്യാനികളുടെ ജീവനെടുത്ത് തീവ്രവാദികൾ. ആകാശവാണി ദൂരദർശൻ മുൻ അഡീഷണൽ ഡയറക്ടർ ജനറൽ രാജു വർഗീസിന്റെ മാതാവ് അന്നമ്മ വർഗീസ് നിത്യതയിൽ ചേർന്നു. സംസ്കാരം നടന്നു. സണ്ണി മഴുക്കീർ നിത്യതയിൽ. അബുദാബിയിൽ നിന്ന് കുറഞ്ഞ ചെലവിൽ ഇനി നാട്ടിലെത്താം. ഒപ്പം എയർ ഇന്ത്യയുടെ പുതിയ സർവീസ്. കൈയും കാലുമില്ലാതെ നേടിയ നേട്ടങ്ങൾ ഇനി അഫ്രപാളിയിലേക്ക്.